വായിച്ചിരിക്കുന്ന ഒരു സാങ്കല്പികമായിട്ടുള്ള കഥയാണ്. ഒരുപാട് വളവുകളും തിരിവുകളുമുള്ള ഒരു റോട്ടിലൂടെ ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ വാഹനം, അദ്ദേഹത്തിൻ്റെ കാറ് കാട്ടിലേക്ക് ഇങ്ങനെ ഓടിച്ചു കൊണ്ടുപോവുകയാണ്. ആ സമയത്താണ് പെട്ടെന്ന് അമിത വേഗതയിൽ നിന്ന് ഒരു എതിർ ദിശയിൽ നിന്ന് അമിത വേഗതയിൽ ഒരു വാഹനം ഇങ്ങോട്ട് വന്നത്. സ്വാഭാവികമായിട്ടും നമ്മളെല്ലാവരും കാറിലും ബൈക്കിലൊക്കെ പോകുന്ന സമയത്ത് ചെയ്യുന്നത് പോലെ ഈ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ വാഹനം ഒന്ന് സൈഡാക്കി കൊടുത്തു. മുന്നിൽ നിന്നും വന്ന, എതിർ ദിശയിൽ നിന്നും വന്ന വാഹനം ബ്രേക്കിട്ട് നിർത്തിയിട്ട് അതിൽ നിന്ന് ഒരു സ്ത്രീ അവരുടെ തല പുറത്തേക്കിട്ടുകൊണ്ട് ഈ മനുഷ്യനെ ചീത്ത വിളിച്ചു, പന്നി എന്ന് വിളിച്ചു പറഞ്ഞു. അപ്പോൾ ഈ മനുഷ്യന് ആകെ ഞെട്ടിപ്പോയി. കാരണം അദ്ദേഹം വളരെ സാവധാനത്തിലാണ് വാഹനം ഓടിച്ചു കൊണ്ടുപോകുന്നത്. പക്ഷേ ഇങ്ങോട്ട് വന്നിരിക്കുന്ന ആ സ്ത്രീയാണ് അമിത വേഗതയിൽ വാഹനം ഓടിച്ചത്. എന്നിട്ടും അവർ എന്നെ ചീത്ത വിളിച്ചല്ലേ എന്ന് വിചാരിച്ചുകൊണ്ട് അവിടെ കൃത്യമായി കാര്യം മനസ്സിലാക്കാതെ ഈ സഹോദരൻ തിരിച്ച് ഒരുപാട് മോശമായ വാക്കുകൾ അങ്ങോട്ടേക്ക് പറയുകയാണ്. അങ്ങനെ അവസാനം ഈ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും യാത്രയാവുകയുണ്ടായി. ഈ മനുഷ്യൻ അടുത്ത വളവുകൾ പിന്നിട്ടുകൊണ്ട് കാട്ടിലേക്ക് യാത്ര തുടരുകയാണ്. അടുത്ത ഒരു വളവിൽ വെച്ചുകൊണ്ട് ഒരു കൂട്ടം കാട്ടുപന്നികൾ അദ്ദേഹത്തിൻ്റെ വാഹനത്തിൻ്റെ മുമ്പിലേക്ക് ചാടുകയും അദ്ദേഹത്തിൻ്റെ വാഹനം അപകടത്തിൽപ്പെടുകയും ചെയ്തു. ഇത് സസൂക്ഷ്മം കേട്ടിരുന്ന പല ആളുകളുടെയും മുഖത്ത് ആദ്യം കേട്ടതുപോലെയുള്ളതല്ല ഇപ്പോൾ ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ കേട്ടപ്പോൾ നിങ്ങളുടെ മുഖത്തുണ്ടായിട്ടുള്ള റിഫ്ലക്ഷൻ. നമുക്ക് എന്തു മനസ്സിലായി ഈ സംഭവത്തിൽ നിന്ന്? ഇത് മുഴുവനായിട്ട് കേൾക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? അവിടെ ആദ്യം ആ സഹോദരി, ആ സ്ത്രീ അവരുടെ തല പുറത്തേക്കിട്ടുകൊണ്ട് വിളിച്ചു പറഞ്ഞത് ഒരു മോശമായ വാക്കായിരുന്നില്ല, അല്ലേ? എന്താ വിളിച്ചു പറഞ്ഞത്? ഒരു സിഗ്നലായിരുന്നു, ഒരു മുന്നറിയിപ്പായിരുന്നു, ഒരു താക്കീതായിരുന്നു. എന്താണ്? മനുഷ്യ ശ്രദ്ധിക്കണം കേട്ടോ, ഒരുപാട് വളവുകളും തിരിവുകളുമുള്ള കാടാണിത്. ഒരുപാട് വന്യമൃഗങ്ങൾ ഉണ്ടാകും, ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം, വന്യമൃഗങ്ങൾ അവിടെയുണ്ട് എന്ന ഒരു താക്കീത്, ഒരു സിഗ്നൽ, ഒരു മുന്നറിയിപ്പായിരുന്നു യഥാർത്ഥത്തിൽ അദ്ദേഹം, ആ സഹോദരി അവിടെ കൊടുത്തത്, ആ സ്ത്രീ അവിടെ കൊടുത്തത്. പക്ഷേ ആ മുന്നറിയിപ്പിനെ ഈ മനുഷ്യൻ മനസ്സിലാക്കിയെടുത്ത് പിഴച്ചുപോയി. അദ്ദേഹം മനസ്സിലാക്കിയത് മാറിപ്പോയി. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മുന്നറിയിപ്പുകൾ നമുക്ക് തരുന്ന നമ്മുടെ അധ്യാപകന്മാർ, നമ്മുടെ മാതാപിതാക്കൾ, ഈ മാതാപിതാക്കളുടെയും അധ്യാപകന്മാരുടെയും അവരെക്കാൾ അപ്പുറത്ത് അള്ളാഹുവിൻ്റെയും പ്രവാചകന്റെയും വിശുദ്ധ ഖുർആനുമൊക്കെ നൽകുന്ന മുന്നറിയിപ്പുകളെ നമുക്ക് ഗൗരവത്തിലെടുക്കാനും അത് ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനും സാധിക്കണം. അല്ല എങ്കിൽ ഈ മനുഷ്യൻ അപകടത്തിൽപ്പെട്ടതുപോലെ അതിനേക്കാൾ അപ്പുറത്ത് ജീവിതം തന്നെ അപകടത്തിലായി, നേരത്തെ പറഞ്ഞതുപോലെ മരണാനന്തര ജീവിതവും നഷ്ടത്തിലാകുന്ന ഒരവസ്ഥാവിശേഷം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ബി ഒബീഡിയൻറ്റ്, നല്ല അനുസരണയുള്ളവരാവുക, അള്ളാഹുവിനെ അനുസരിക്കുക. ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് പറഞ്ഞ കാര്യങ്ങൾ ഉണ്ടാകണം, ഉണ്ടാകരുത് എന്ന് പറഞ്ഞ കാര്യങ്ങൾ ഉണ്ടാവാതിരിക്കുകയും ചെയ്യണം. അള്ളാഹുവിനെ അനുസരിക്കുക, അവൻ്റെ പ്രവാചകനെ അനുസരിക്കുക, ഉമ്മയെയും ഉപ്പയെയും അധ്യാപകരെയും ഒക്കെ അനുസരിക്കുക. അധ്യാപകരോട് നമ്മളെക്കുറിച്ച് ചോദിച്ച അധ്യാപകർ, നമ്മളെ ടീച്ചർ പറയണം, ആ കുട്ടി കൊള്ളാം, നല്ല മോനാണ്, നല്ല മോളാണ്, നന്നായി പഠിക്കും, നല്ല സ്വഭാവമാണ്, നമ്മളെക്കുറിച്ച് നല്ല അഭിപ്രായങ്ങൾ പറയാൻ കഴിയുന്ന രൂപത്തിലേക്ക് നമുക്ക് നല്ല വ്യക്തിത്വമുള്ളവരായി, നല്ല പേഴ്സണാലിറ്റി ഉള്ള ആളുകളായിട്ട് മാറാൻ കഴിയണം. പ്രമുഖ എഡ്യൂക്കേഷനിസ്റ്റായിട്ടുള്ള സ്റ്റീഫൻ ആർ കോവേ അദ്ദേഹം പറയുന്നത്, നിങ്ങൾ ചിന്തയെ വിതയ്ക്കുക, പ്രവൃത്തിയെ കൊയ്യുക, പ്രവൃത്തിയെ വിതയ്ക്കുക, ശീലത്തെ കൊയ്യുക, ശീലത്തെ വിതയ്ക്കുക, ഒരു സ്വഭാവത്തെ, ഒരു ക്യാരക്ടറിനെ കൊയ്തെടുക്കുക എന്നുള്ളതാണ്. അഥവാ നല്ല ചിന്തയുണ്ടായാൽ നല്ല പ്രവർത്തനങ്ങൾ ഉണ്ടാകും. നല്ല പ്രവർത്തനം നിരന്തരമായി നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നല്ല സ്വഭാവത്തിലേക്ക് നയിക്കും. നല്ല സ്വഭാവത്തിൻ്റെ ഉടമയാണ് നമ്മളെങ്കിൽ നല്ല ക്യാരക്ടർ നമുക്കുണ്ടാകും. അങ്ങനെ നല്ല ക്യാരക്ടറിലൂടെ ഏറ്റവും മികച്ച നിലവാരത്തിലേക്ക് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുമെന്നുള്ളതാണ്. എന്നാൽ നമ്മുടെ ചിന്ത, നമ്മൾ ആലോചിക്കുന്നത്, നമ്മൾ ചിന്തിക്കുന്നത് മോശമാണ് എങ്കിൽ സ്വാഭാവികമായും നമ്മുടെ പ്രവർത്തനങ്ങൾ മോശമായിട്ടുള്ള ഒരവസ്ഥാവിശേഷത്തിലേക്ക് വരും. അതുകൊണ്ട് നല്ല അനുസരണയുള്ളവരായിട്ട് മാറുക. രണ്ടാമത്തെ കാര്യം, ബി സ്മാർട്ട്, നല്ല സ്മാർട്ടായ സ്റ്റുഡൻസ് ആവുക.
പലപ്പോഴും പറയാറുണ്ട്, ആ കുട്ടി നല്ല സ്മാർട്ടാണ്. പ്രിയപ്പെട്ടവരെ, ആരെയാണ് നല്ല സ്മാർട്ടായ വിദ്യാർത്ഥി എന്ന് നമ്മൾ പറയുക? 2 കുട്ടികൾ. ഈ 2 ആൾക്കും SSLC-യിൽ അല്ലെങ്കിൽ +2-ൽ മുഴുവൻ വിഷയങ്ങൾക്കും A+ കിട്ടിയിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ ആള് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു, അയാൾക്ക് ഫുൾ മാർക്കാണ്, ഫുൾ വിഷയത്തിൽ A+ ആണ്. പക്ഷേ പഠിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്താൻ, അപ്ലൈ ചെയ്യാൻ അയാൾക്കറിയില്ല. എന്നാൽ രണ്ടാമത്തെ ആളോ നന്നായി പഠിച്ചു, നല്ല മാർക്കുണ്ട്, ഫുൾ A+ ഉണ്ട്, അയാൾക്ക് പഠിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നു. അങ്ങനെ പഠിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ അപ്ലൈ ചെയ്യാൻ കഴിയുന്നവരെയാണ് സ്മാർട്ടായ വിദ്യാർത്ഥികൾ എന്ന് പറയുക. ജീവിതത്തിലെ സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടാൻ കഴിയണം. ചില ആളുകളുണ്ട്, ബസ്സിൽ കയറിയാൽ ഏറ്റവും അറ്റത്തുള്ള വിൻഡോ സീറ്റ് തന്നെ കിട്ടണം, അല്ലെങ്കിൽ അവർ തെറ്റും. ക്ലാസ്സിലേക്ക് വന്നാൽ 2ാമത്തെ ബെഞ്ചിൽ ആദ്യം തന്നെ ഇരിക്കണം, അല്ലെങ്കിൽ അവർ തെറ്റും. തീരെ ഫ്ലെക്സിബിൾ അല്ലാത്ത സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടാത്തവരുണ്ട്. അങ്ങനെ ആവരുത്. സ്മാർട്ടായ നല്ല വിദ്യാർത്ഥികളായിട്ട് നമുക്ക് മാറാൻ കഴിയണം. അതേപോലെ തന്നെ നമ്മൾ അപ്ഡേറ്റഡ് ആവണം. പുതിയ കാലത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇന്നിവിടെ രാവിലെ AI കുറിച്ചും പുതിയ സാധ്യതകളെക്കുറിച്ചും ഒക്കെ പറയുകയുണ്ടായി. പ്രിയപ്പെട്ടവരെ, നമ്മൾ മുസ്ലിം വിദ്യാർത്ഥികളായിട്ടുള്ള നമ്മൾ പുതിയ കാലത്ത് വരുന്ന പുതിയ വിജ്ഞാന ശാഖകളെ ആദ്യം കരസ്ഥമാക്കുന്ന ആളുകളായിരിക്കണം. ഭൗതിക ലോകത്തുള്ള എല്ലാ വിജ്ഞാന ശാഖകളെക്കുറിച്ചും നല്ല അറിവുള്ളവരാകണം. MS ഉയർത്തിപ്പിടിക്കുന്ന മുദ്രാവാക്യം പഠനം, ചിന്ത, സമർപ്പണം എന്നുള്ളതാണ്. നമ്മൾ നന്നായി പഠിക്കണം. ആ പഠിക്കുന്നത് ഭൗതിക ലോകത്തെ കാര്യങ്ങൾ മാത്രമാകരുത്, മറിച്ച് മതപരമായിട്ടുള്ള കാര്യങ്ങൾ കൂടിയാകണം. ഞാൻ വലിയ എഞ്ചിനീയറാണ്, ലോകത്തറിയപ്പെടുന്ന ഡോക്ടറാണ് ഞാൻ, അല്ലെങ്കിൽ പൈലറ്റാണ് ഞാൻ, IAS-കാരനാണ് ഞാൻ. പക്ഷേ എനിക്കെൻ്റെ നമസ്കാരത്തിലെ പ്രാർത്ഥന അറിയില്ലെങ്കിൽ, പ്രാർത്ഥിക്കാനുള്ള മര്യാദകൾ എനിക്കറിയില്ലെങ്കിൽ, മയ്യിത്ത് നമസ്കാരത്തിൻ്റെ പ്രാർത്ഥന എനിക്കറിയില്ലെങ്കിൽ അത് പ്രശ്നമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഭൗതികമായ വിജ്ഞാനവും മതപരമായ വിജ്ഞാനവും ഇത് രണ്ടും ഒരുപോലെ കരസ്ഥമാക്കാൻ നമുക്ക് സാധിക്കണം. എന്നിട്ട് ആ പഠിച്ച വിജ്ഞാനം നമുക്ക്, കുടുംബത്തിന്, സമൂഹത്തിന് ഒക്കെ ഉപകാരപ്പെടുന്ന രീതിയിലേക്ക് പരിവർത്തിപ്പിക്കാനും ട്രാൻസ്ഫോം ചെയ്യാനും ഒക്കെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ ജീവിക്കുന്ന സമയത്ത്, പഠിച്ചുകൊണ്ട് പോകുന്ന സമയത്ത്, ക്യാമ്പസിൽ മുന്നോട്ട് പോകുന്ന സമയത്ത് വാല്യൂസിനെ മുറുകെ പിടിക്കുക എന്നുള്ളതാണ്. ഒരു പുസ്തകത്തിൽ വായിച്ച ഒരു സംഭവം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരു പുസ്തകത്തിൽ വായിച്ച ഒരു സംഭവമാണ്. ഒരു ബ്രിട്ടീഷ് കമ്പനി, ആ കമ്പനിയിലേക്ക് സെക്യൂരിറ്റി ഉദ്യോഗസ്ഥരെ ക്ഷണിച്ചുകൊണ്ട് ഒരു പരസ്യം പുറപ്പെടുവിക്കുകയാണ്. കുറേ ആളുകൾ അതിലേക്ക് അപ്ലൈ ചെയ്തു. കുറേ ആളുകളുണ്ട്. അപ്പോൾ ഓരോ ആളുകളെയും കൃത്യമായിട്ട് ഇൻ്റർവ്യൂ ചെയ്യും. അതിനുശേഷമാണ് അവരെ സെലക്ട് ചെയ്യുക, ആ പ്രോസസ്സ് നടക്കുക. അപ്പോൾ ആ സമയത്ത് ഒരു മുസ്ലിം യുവാവ് ഈ സെക്യൂരിറ്റി പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുകയാണ്. അദ്ദേഹം അപ്ലൈ ചെയ്തു. എല്ലാവർക്കും ഇൻ്റർവ്യൂ നടക്കുന്നത് പോലെ തന്നെ അദ്ദേഹത്തെയും ഇൻ്റർവ്യൂ നടത്തി. അദ്ദേഹത്തിൻ്റെ ഊഴമെത്തി. അങ്ങനെ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഒരു ദിവസം എത്ര കുപ്പി മദ്യം അകത്താക്കും? അഥവാ ഒരു ദിവസം നിങ്ങൾ എത്ര കുപ്പി മദ്യം കഴിക്കും എന്നുള്ളതാണ് ആ ഇൻ്റർവ്യൂവിൽ ചോദിക്കുന്ന ചോദ്യം. അപ്പം അദ്ദേഹം ഇങ്ങനെ നെട്ടിപ്പോയി. അദ്ദേഹം ഇങ്ങനെ ആലോചിച്ചു, ഞാൻ എന്താണ് മറുപടി പറയേണ്ടത്? ഇതൊരു ബ്രിട്ടീഷ് കമ്പനിയാണ്. എനിക്ക് ജോലി കിട്ടണമെങ്കിൽ, ഞാനൊരു മുസ്ലിം അല്ല എന്ന് അവർക്ക് തോന്നണമെങ്കിൽ, തീവ്രമായ മുസ്ലിം അല്ല എന്ന് അവർക്ക് തോന്നണമെങ്കിൽ ഞാൻ മദ്യം കഴിക്കും എന്ന് പറയണോ? അതല്ല, ഞാൻ എൻ്റെ ഐഡൻറ്റിറ്റിയെ, എൻ്റെ മുസ്ലിം പേഴ്സണാലിറ്റിയെ, എൻ്റെ ഇസ്ലാമിക വ്യക്തിത്വത്തിനെ മുറുകെ പിടിച്ചുകൊണ്ട് ഞാൻ മദ്യം കഴിക്കാറില്ല എന്ന് പറയണോ? അദ്ദേഹം ആലോചിക്കാണ്. അങ്ങനെ അദ്ദേഹം പറഞ്ഞു, ഞാൻ മദ്യം കഴിക്കാറില്ല. അപ്പം അവർ ചോദിച്ചു, അതെന്താ, താങ്കൾ രോഗിയാണോ? അദ്ദേഹം പറഞ്ഞു, അല്ല, ഞാൻ രോഗിയല്ല, ഞാൻ മുസ്ലിമാണ്. എനിക്ക് മദ്യമോ ലഹരി വസ്തുക്കളോ എനിക്ക് പാടില്ല. അവർ വീണ്ടും ചോദിച്ചു, നിങ്ങൾ വിശ്രമവേളകളിൽ പോലും അല്ലെങ്കിൽ ആഘോഷ സമയത്ത് പോലും മദ്യം കഴിക്കാറില്ലേ? അദ്ദേഹം പറഞ്ഞു, ഇല്ല, എനിക്കത് കഴിക്കാൻ പാടില്ല. അങ്ങനെ യാദൃച്ഛികമായി ഇൻ്റർവ്യൂ കഴിഞ്ഞു. അദ്ദേഹത്തിന് അവിടെ സെലക്ഷൻ കിട്ടി. ഒരുപാട് കാലത്തിന് ശേഷം ആ അഭിമുഖത്തിലുണ്ടായിരുന്ന ഒരാളിനോട് അദ്ദേഹം പിന്നീട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തുകൊണ്ടാണ് അന്ന് എന്നോട് ആ അഭിമുഖത്തിൽ ഇരുന്നു കൊണ്ട് ഈ ചോദ്യം ചോദിച്ചത്? അപ്പം അദ്ദേഹം പറഞ്ഞു, യഥാർത്ഥത്തിൽ ഞങ്ങളുടെ കമ്പനിക്ക് നിങ്ങളെപ്പോലെ മദ്യം സേവിക്കാത്ത, ബോധം കെട്ടുപോകാത്ത, സ്വബോധമുള്ള നല്ല ആളുകളെയായിരുന്നു ഞങ്ങൾക്ക് ആവശ്യമുണ്ടായിരുന്നത്. ഞങ്ങൾ ആരെയായിരുന്നോ ആഗ്രഹിച്ചത് ആ ആളെ ഞങ്ങൾക്ക് കിട്ടിയെന്നാണ് അവർ പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, ജീവിതയാത്രയിൽ,
ജീവിത വഴിയിൽ നിങ്ങളിപ്പോൾ ഹയർ സെക്കൻഡറികളിലാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്, സ്കൂളുകളിലാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെയും അതിനുശേഷമുള്ള ക്യാമ്പസ് ജീവിതത്തിലുമൊക്കെ നമ്മെ പ്രലോഭിപ്പിക്കുന്ന, തിന്മയിലേക്ക് നയിക്കുന്ന ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ടാകും. ആ സാഹചര്യത്തിൽ നോ, ബിക്കോസ് ഐ എം എ മുസ്ലിം എന്ന് നമുക്ക് പറയാൻ കഴിയണം. ഇസ്ലാമികമായ വ്യക്തിത്വത്തിന് മുറുകെ പിടിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോയാൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ സഹായമുണ്ടാകും. വേറെ എന്തിനേക്കാളും ഏറ്റവും പ്രധാനം ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ സഹായമുണ്ടാവുക എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മൂല്യബോധത്തോടു കൂടിയിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം. ലോകത്ത് ഒരുപാട് ശാസ്ത്രജ്ഞന്മാർ കടന്നുപോയിട്ടുണ്ട്. ആ ആളുകളൊക്കെ തന്നെയും ഒരുപാട് കണ്ടെത്തലുകൾ കണ്ടെത്തിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, നമുക്കാവശ്യം ഇൻഫർമേഷൻ അല്ല, അതിൻ്റെ മുകളിലുള്ള നോളജ് അല്ല, അതിനേക്കാൾ മുകളിലുള്ള വിസ്ഡമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. പഠിച്ച കാര്യങ്ങൾ മനസ്സിലാക്കി അത് പ്രാക്ടിക്കലായിട്ടും അപ്ലൈ ചെയ്യാൻ സാധിക്കേണ്ടതുണ്ട്. ആ നിലക്ക് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം. ഈ സമുദായത്തിൻ്റെ പ്രതീക്ഷയാണ് പ്രിയപ്പെട്ടവരെ എൻ്റെ മുമ്പിലിരിക്കുന്ന ഓരോരുത്തരും. നിങ്ങൾ വിശ്വാസമുള്ള, നല്ല കറകളെന്ന ഈമാനുള്ള, നല്ല മുസ്ലിം പേഴ്സണാലിറ്റികളുള്ള ആളുകളായി മാറുകയും ബുദ്ധിയുള്ള, വിവേകമുള്ള, ചിന്താശേഷിയുള്ളവരായിട്ട് മാറി ഈ സമൂഹത്തിൻ്റെ മുമ്പിൽ നടക്കാൻ നമുക്ക് സാധിക്കണം. ഭൗതിക ലോകത്ത് നിങ്ങൾക്ക് ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടാകും. ആ സ്വപ്നങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടാകണം. ആ സ്വപ്നങ്ങളിലേക്ക് നിങ്ങൾ യാത്ര ചെയ്യണം. ആ സ്വപ്നങ്ങൾ നിങ്ങൾ അച്ചീവ് ചെയ്യണം. അതിൻ്റെ കൂടെ ഈ ലോകത്ത് മേ ബി നമുക്ക് ഡോക്ടർ ആകണം എന്നായിരിക്കും, എഞ്ചിനീയർ ആകണം, IAS കാരനാകണം, പൈലറ്റ് ആകണം, ഇങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാകും. ഏതായിരുന്നാലും ശരി, ഈ ആഗ്രഹങ്ങളൊക്കെ ഈ ലോകത്ത് അവസാനിക്കുന്ന ആഗ്രഹങ്ങളാണ്. പ്രിയപ്പെട്ടവരെ, മരണാനന്തര ലോകത്ത് വിജയിക്കാൻ ആവശ്യമായ കർമ്മങ്ങൾ ചെയ്യാനുള്ള, പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ള ഒരു ഇടമായിട്ട് നമുക്ക് ഈ ലോകത്തിനെ കാണാൻ കഴിയണം. അവിടെയാണ് ഈ പ്രോഗ്രാം സംഘടിപ്പിച്ച MSM-ഉം IGM-ൻ്റെയും ഒക്കെ പ്രസക്തി കടന്നു വരുന്നത്. അതുകൊണ്ട് ഈ ലോകത്ത് ഏറ്റവും മികച്ച രൂപത്തിൽ ജീവിക്കുകയും ഈ ലോകത്തെ ജീവിതം നാളെയുടെ ലോകത്ത്, മരണാനന്തര ലോകത്ത്, പരലോക ജീവിതത്തിന് മുതൽ കൂട്ടാകുന്ന രൂപത്തിലേക്ക് ഉപയോഗപ്പെടുത്താനും നമുക്ക് സാധിക്കണം. നമ്മൾ ആരാണെങ്കിലും ശരി, ആത്യന്തികമായ അൾട്ടിമേറ്റ് എയിം അത് മാറുന്നില്ലല്ലോ. അത് ഡോക്ടറാണെങ്കിലും എഞ്ചിനീയർ ആണെങ്കിലും എല്ലാവരുടെയും അൾട്ടിമേറ്റ് ആയിട്ടുള്ള എയിം സ്വർഗം അത് മാത്രമാണല്ലോ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അതിനുവേണ്ടി അധ്വാനിക്കുക. അവിടെയാണ് ഇത്തരത്തിലുള്ള സംഗമങ്ങളൊക്കെ ഇത്തരത്തിലുള്ള സംഗമങ്ങൾക്കൊക്കെ പ്രസക്തിയേറുന്നത്. ഈ അധർമ്മത്തിൻ്റെ, അരുതായ്മകളുടെ, ഒരുപാട് ആഘോഷങ്ങളുടെ ഈ കാലത്ത് ആ നരകീയ വൈബിൽ നിന്നും മാറി സ്വർഗീയ വൈബിലേക്ക് നന്മ പ്രചരിപ്പിക്കുന്ന, അത് പ്രസരിപ്പിക്കുന്ന അതിൻ്റെ ആളുകളായിട്ട് മാറുവാൻ നമുക്ക് സാധിക്കണം. അതിന് അല്ലാഹു നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. ആലപ്പുഴ ജില്ലാ സമിതി, MSM-ൻ്റെയും IGM-ൻ്റെയും ജില്ലാ സമിതിയെ ഈ അധ്വാനത്തിന് പിന്നിൽ, ഒരുപാട് കഷ്ടപ്പെട്ട ഈ പ്രോഗ്രാം ഇത്രമേൽ മനോഹരമാക്കുന്നതിൻ്റെ പിന്നിൽ ഒരുപാട് അധ്വാനിച്ച പ്രിയപ്പെട്ട വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ നേതാക്കന്മാരെ അഭിനന്ദിച്ചുകൊണ്ട് ഇത്രമേൽ സുന്ദരമായി ഈ പ്രോഗ്രാം സംഘടിപ്പിക്കാനുള്ള എല്ലാവിധ പിന്തുണയും ചെയ്തു കൊടുത്ത ആലപ്പുഴ ജില്ലയിലെ ഇസ്ലാഹി കാരണവന്മാരെ, KNM-നെയും ISM-നെയും MGM-നെയും ഒക്കെയുള്ള അവരോടുള്ള സന്തോഷവും പ്രാർത്ഥനയും രേഖപ്പെടുത്തിക്കൊണ്ട് ഒന്നുകൂടി ഇവിടെ വരാനും കാണാനും ആലപ്പുഴ ജില്ലാ ഹൈസക്കിൽ സംബന്ധിക്കാനുമൊക്കെ സാധിച്ചതിനുള്ള സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.